കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ എം വർഗീസിന് വീണ്ടും ഇ.ഡി. സമൻസ്. നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകണം. ഇന്നലെയും ഇന്നും ലഭിച്ച സമൻസുകളിൽ വർഗീസ് ഹാജരായിരുന്നില്ല. ഇത് 6ാം തവണയാണ് CPM തൃശൂർ ജില്ലാ സെക്രട്ടറി എം വർഗീസിനെ ഇ.ഡി. ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത്. ജിജേഷ് കരുണാകരൻ ചേരുന്നു. ജിജേഷ്, കൂടുതൽ വിവരങ്ങൾ. രോഹിണി, കരുവന്നൂർ കള്ളപ്പണക്കേസുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം ശക്തമായി മുന്നോട്ട് പോകുമ്പോൾ അത് CPM തൃശൂർ ജില്ലാ സെക്രട്ടറി എം വർഗീസിനെ കേന്ദ്രീകരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് CPM തൃശൂർ ജില്ലാ കമ്മിറ്റിക്കുള്ള രഹസ്യ അക്കൗണ്ടുകൾ കരുവന്നൂർ ബാങ്കിൽ മാത്രം 5 അക്കൗണ്ടുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരുന്നു. അതിലൂടെ നടന്ന പണമിടപാടിന്റെ വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു. അതോടൊപ്പം തന്നെ 81 ബാങ്കുകളിൽ കൂടി തൃശൂർ ജില്ലയിൽ CPM-ന് അക്കൗണ്ടുകൾ ഉണ്ട് എന്ന് കണ്ടെത്തി. അതിൽ ഭൂരിഭാഗവും 81 അക്കൗണ്ടുകളിൽ 75 അക്കൗണ്ടുകളും കണക്കുകൾ കാണിക്കാതെയാണ്, ആദായ നികുതി വകുപ്പിൽ കണക്കുകൾ ബോധിപ്പിക്കാതെ തുറന്നിട്ടുള്ള അക്കൗണ്ടുകളാണ് എന്ന്, അനധികൃത അക്കൗണ്ടുകളാണ് എന്നും വ്യക്തമാവുകയും ചെയ്തു. ഇത്തരത്തിലാണ് അന്വേഷണം മുന്നോട്ട് പോകുമ്പോഴാണ് ഈ അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട് വിശദാംശങ്ങൾ തേടി പല ഘട്ടങ്ങളിലായി CPM തൃശൂർ ജില്ലാ സെക്രട്ടറിയായ എം വർഗീസിനെ അന്വേഷണ സംഘം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെയും സമൻസ് ലഭിച്ചിരുന്നെങ്കിലും എം വർഗീസ് ഹാജരായിരുന്നില്ല. തിരഞ്ഞെടുപ്പ് തിരക്കുകൾ ഉള്ളതിനാൽ ഹാജരാകാൻ കഴിയില്ല എന്നാണ് എം വർഗീസ് 26ാം തീയതി വരെ, വോട്ടെടുപ്പ് നടക്കുന്ന ദിവസം വരെ തനിക്ക് ഹാജരാകാൻ കഴിയില്ല എന്ന മറുപടിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയത്. തുടർന്നാണ് വീണ്ടും അന്വേഷണ സംഘം ഇത്തരത്തിൽ സമൻസ് നൽകിയിരിക്കുന്നത്. അതായത് ഈ ചോദ്യം ചെയ്യൽ മുന്നോട്ട് പോകണമെങ്കിൽ, അന്വേഷണം മുന്നോട്ട് പോകണമെങ്കിൽ എം വർഗീസിന്റെ ചോദ്യം ചെയ്യൽ സുപ്രധാനമാണ് എന്ന് വ്യക്തമാക്കി തന്നെയാണ് ആവർത്തിച്ചുള്ള ചോദ്യം ചെയ്യൽ. എന്നാൽ അന്വേഷണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ഈ ഒരു ഘട്ടത്തിൽ, തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ സ്വാഭാവികമായും CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിരോധത്തിലാണ്. കരുവന്നൂർ കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ടും നിരവധി നിക്ഷേപകരുടെ പണം നഷ്ടപ്പെടാൻ ഇടയാക്കി അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തിയ കരുവന്നൂർ തട്ടിപ്പുമായി ബന്ധപ്പെട്ടും പാർട്ടി പ്രതിരോധത്തിലായിരിക്കുന്ന ഘട്ടത്തിലാണ് ഇവിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ CPM തൃശൂർ ജില്ലാ സെക്രട്ടറിയെ തന്നെ ചോദ്യം ചെയ്യുകയും ചോദ്യം ചെയ്യലിന് തുടർച്ചയായി വിധേയനാവുകയും എല്ലാം ചെയ്യുന്നത് വലിയ തോതിൽ തിരിച്ചടി. എം വർഗീസിന് വീണ്ടും ഇ.ഡി. നോട്ടീസ്. ജിജേഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.